അപ്പൊ നമുക്കിന്ന് മനസ്സിലായ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: 500 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 10% വർദ്ധിപ്പിച്ച ശേഷം 10% കുറച്ചാൽ വിലയിൽ വന്ന മാറ്റം എത്ര? നമുക്കിവിടെ തന്നിരിക്കുന്ന 500 രൂപ വിലയുള്ള സാധനമാണ്. ഈ 500 രൂപയുടെ 10% വർദ്ധിപ്പിച്ചാൽ, അതായത് 500 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 50 രൂപ, അത് വർദ്ധിപ്പിച്ചാൽ 550. ഈ 550 നിന്നും 10% കുറച്ചാൽ, അതായത് 550ന്റെ 10% കുറച്ചാലാണ്. അപ്പൊ എത്ര? 495. അതായത് ഈ 495ഉം ആദ്യം തന്നിരിക്കുന്ന 500ഉം തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ശതമാനമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 500 മൈനസ് 495 ബൈ 500 ഇൻറ്റു 100 ഇത് ചെയ്താലോ? 5 വരും, അതായത് 1 നമുക്ക് കിട്ടുന്ന ഉത്തരം. അതായത് ഓപ്ഷൻ സി 1% കുറവ്. നമുക്ക് അല്ലെങ്കിൽ തന്നെ ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് 495 കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാം കുറവാണ് കിട്ടുന്നത്. ഈ ഓപ്ഷൻസിനകത്ത് ആകെപ്പാടെ 1%, സി മാത്രമേ 1% കുറവെന്ന് കാണിക്കുന്നുള്ളൂ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയുക. ചോദ്യം ഇതാണ്: 750 രൂപ വിലയുള്ള ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ച ശേഷം 20% കുറച്ചാൽ വിലയിൽ വന്ന മാറ്റം എത്ര? ഇതിനുത്തരം നിങ്ങൾ കമന്റ് ചെയ്യും.